അപ്പം അങ്ങനെ തിരുവോണ ദിവസം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് വണ്ടിയുമ്പോൾ പോവാട്ടോ. അനുമോൾ അവിടെയാണല്ലോ, അപ്പോൾ ഉണ്ണീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പെരുന്തൽമണ്ണയ്ക്ക് ചമയത്തേക്ക് ഒന്ന് പോകണം. അച്ഛൻ്റെ ഷർട്ട് അനിയത്തി അവിടെ നിന്നാണ് എടുത്തേണ്ടത്. അപ്പോൾ അതൊന്ന് മാറ്റണം. അവരെ കാത്ത് ഇരുന്നിട്ട് ഒരു പരായണം കേട്ടോ. അവർ വരുന്നൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും എത്തിയിട്ടും അവരെത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ വന്നു കേട്ടോ. അനുമോളെ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട്. അപ്പോൾ അവളെ കാണുന്ന ഒരു ഹാപ്പിയിലുമാണ് ഞാൻ. എന്താ പറയുക, ഞങ്ങൾ രണ്ടാളും കൂടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടി കേട്ടോ. ഞാൻ ഇവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും. അപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരും. ചിലപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അനിയത്തി പിങ്ക് കളർ, അപ്പം അങ്ങനെ അച്ഛന് ഒരു പിങ്ക് ഷർട്ട് അനിയത്തി സെറ്റാക്കി കൊടുത്തു. അച്ഛൻ്റെത് അങ്ങനെ എടുക്കൽ കഴിഞ്ഞു. ഇനി അനുമോൾക്ക് ഉണ്ണീസിന് എടുക്കാനുണ്ട്. അപ്പോൾ ചമയത്തൊന്നും അവർക്ക് പറ്റിയില്ല. ഞങ്ങൾക്ക് കിട്ടിയത് അറ്റ്ലസ് എന്നാട്ടോ. അറ്റ്ലസിൽ അടിപൊളി സെലക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർക്കുള്ളതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. കുറേ നേരത്തെ പോകുന്നതാണ് വല്ലപ്പോഴെന്ന്. അപ്പോൾ വിശന്നിട്ട് ആകതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും മാവേലി വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മാവേലി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വല്ലപ്പോഴും ഇതുപോലെ വീട്ടിലേക്കൊന്നും വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ വരും വീട്ടിലേക്ക്, അതുപോലെ നമ്മുടെ മാവേലി അങ്ങനെയുള്ളതൊക്കെ വരും കേട്ടോ. അപ്പോൾ അനുമോൾക്കൊക്കെ ഇത് കാണുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല രസമായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു രസമല്ല. അങ്ങനെ വല്യമ്മയുടെ മകനും ഒക്കെ കൂടി വന്നിട്ടുണ്ട്. അവർ വരിക പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ വരും കേട്ടോ. അവർ എപ്പോഴും വരും. അങ്ങനെ കുട്ടികൾ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവരെ കയ്യിൽ പേടിയായിരുന്നു കേട്ടോ. അവർക്ക് ഈ രൂപമൊക്കെ കാണുമ്പോൾ പേടിയായിട്ട്, പെട്ടെന്ന് കണ്ണന് ഭയങ്കര പേടിയായിട്ട്. അങ്ങനെ വല്യമ്മയുടെ മകൻ ഓടി ചെന്നിട്ട് ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തു. ഭയങ്കര സന്തോഷമായിട്ടേ ഇന്ന് മാവേലിക്ക് ഒരു ഷെയ്ക്കാൻ്റെ കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ. ഉണ്ണീസിനും അനുമോൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാണാൻ അതിലും വലിയ സന്തോഷം. മാവേലിയുടെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കല്ലേ. അപ്പം അങ്ങനെ ഉണ്ണീസൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ സന്തോഷം കേട്ടോ മുഖത്ത് കാണുന്നത്. അപ്പോൾ വല്യമ്മ എന്നെ നോക്കിയിട്ട് ഈ ഡ്രസ്സിനെ പറ്റി പറയാം കേട്ടോ. തത്തമ്മക്കിളിയുടെ മാതിരിയുണ്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞു. അമ്മ വീഡിയോ എടുക്കണതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ വിചാരം ഫോട്ടോ എടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ വല്യമ്മയ്ക്ക് മനസ്സിലായിട്ട് വല്യമ്മ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കണം അമ്മ, ഫോട്ടോ അല്ല എന്ന്. അത് അനിയത്തി കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോ എടുക്കലും ഇനിയും ഫോട്ടോ എടുക്കുകയാണ് വെച്ചിട്ട് അമ്മ നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോ തന്നെയാണെന്നുള്ള അമ്മയ്ക്ക് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഞാൻ ഒന്നിച്ചായിട്ടുണ്ട് കേട്ടോ. തിരുവോണത്തിൻ്റെ അവിട്ടത്തിൻ്റെ ഒന്നിച്ചാണ്. ഇത് ഓണക്കോടി അവർക്ക് എടുത്ത ഓണക്കോടി കേട്ടോ. നമ്മുടെ അറ്റ്ലസിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അനിയത്തി നല്ല കഷ്ണമീനൊക്കെ വറക്കണ്ട. ഏട്ടൻ പെരുന്തൽമണ്ണ പോയിട്ട് വാങ്ങിക്കൊടുന്ന കേട്ടോ. ഞാൻ മീൻകറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മീൻകറിക്കുള്ളത് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണയ്ക്ക് ലിഫ്റ്റിക്ക് ഇട്ട് തരിക കേട്ടോ. വല്യമ്മയുടെ ലിഫ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് വീട്ടിലുണ്ടായൊരു കുമ്പളഞ്ഞ കേട്ടോ. അമ്മ ഞങ്ങൾ വന്നിട്ട് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറുത്തതാട്ടോ. ഇനി എല്ലാവർക്കും ഇതൊന്ന് ഓരോ കഷ്ണങ്ങളൊക്കെ കൊടുക്കണം. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എന്തുണ്ടായാലും അമ്മ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പൂക്കളം ഇട്ടതാട്ടോ. കണ്ണൻ്റെ പണിയാണ് ഇതൊക്കെ പരത്തൽ. അങ്ങനെ എനിക്ക് ലിഫ്റ്റിക്ക് ഇട്ട് തന്നിട്ടുണ്ടോ, നല്ല രസമല്ലേ. അങ്ങനെ മീൻകറി വെക്കുകയാണ് കേട്ടോ. മീൻകറിക്ക് തേങ്ങ ഇതൊന്നും അരയ്ക്കാതെ നമ്മളെ മുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മീൻകറി കേട്ടോ. ഞാൻ വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഉണ്ടാകുമ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞിട്ടോ.